UDF-നെ കുറിച്ച് ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു. മലബാറിലെ അവസ്ഥയും തെക്കൻ കേരളത്തിലെ അവസ്ഥയുമായിരുന്നു പ്രത്യേകിച്ച് എടുത്തു കാണിച്ചത്. തെക്കൻ കേരളത്തിൽ ലീഗിന് ഒരൊറ്റ സീറ്റ് പോലും UDF കോൺഗ്രസ് നൽകിയില്ലെന്ന കാര്യമായിരുന്നു ഇതിൽ എടുത്തു പറഞ്ഞത്. ലീഗിനെ നാണം കെടുത്തുന്ന രീതിയായിരുന്നു. അതിനെക്കുറിച്ച് ഇന്ന് CPM-ന്റെ സ്വതന്ത്ര MLA ആയിട്ടുള്ള KT ജലീൽ, തവനൂർ MLA KT ജലീൽ ഒരു കുറിപ്പ് പോയിട്ടുണ്ട്. ലീഗിനെയും കോൺഗ്രസിനെയും പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കുറിപ്പ്. അല്ല, അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കോൺഗ്രസ് ലീഗിനെ മൂക്കിലിരുത്തും. 15 MLA-മാരുള്ള UDF-ലെ രണ്ടാമത്തെ പ്രബല കക്ഷിയാണ് മുസ്ലിം ലീഗ്. തദ്ദേശ ഇലക്ഷനുകളിൽ തിരുക്കൊച്ചി മേഖലയിൽ പരിതാപകരം വിധം അവഗണിക്കപ്പെടുകയാണ് മുസ്ലിം ലീഗ്. കേരളത്തിൽ 5 ജില്ലകളിൽ ലീഗിന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് പോലും കോൺഗ്രസ് നൽകിയിട്ടില്ല. ലീഗിനെ മലപ്പുറത്തേക്ക് ഒതുക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അതിന്റെ ആദ്യപടിയായിരുന്നു തിരുവനന്തപുരത്തെ കഴക്കൂട്ടം നിയമസഭാ സീറ്റ് ലീഗിൽ നിന്ന് തട്ടിയെടുത്തത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിൽ ലീഗിന് നിലവിൽ നിയമസഭാ സീറ്റുകളില്ല. കോൺഗ്രസിനോട് ലീഗ് കാണിക്കുന്ന വിധേയത്വത്തിന്റെ 100-1 കോൺഗ്രസ് ലീഗിനോട് തിരിച്ചു കാണിച്ചിട്ടുണ്ടോ? ഒരു പാലം കെട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനാണ്, അല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം വഴി നടക്കാനല്ല. ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് 4 നിയമസഭാ സീറ്റുകളാണ് കോൺഗ്രസിന് കൊടുത്തത്. ശ്രീമാൻ AK ആന്റണിക്ക് മുഖ്യമന്ത്രിയാകാൻ 2-3 വർഷത്തേക്ക് തിരൂരങ്ങാടി മണ്ഡലം ലീസിന് കൊടുത്ത പാർട്ടിയാണ് ലീഗ്. അതൊന്നും കോൺഗ്രസിന്റെ മനസ്സിലാക്കിയിട്ടല്ല എന്നാണ് ഇപ്പോൾ പല ജില്ലകളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 3 ലോക്സഭാ സീറ്റിന് ലീഗിന് അർഹതയുണ്ട്. പക്ഷേ 2-ലധികം സീറ്റ് ഇന്നോളം കോൺഗ്രസ് ലീഗിന് കൊടുത്തിട്ടില്ല. കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള ഒരിടത്തും ലീഗുമായി സഖ്യം ചെയ്യാൻ പോലും അവർ തയ്യാറായിട്ടില്ല. ഈ ആട്ടും തുപ്പും സഹിച്ച് എത്ര കാലം ലീഗ് UDF തുടരും? BJPയെ പ്രതിരോധിക്കേണ്ട ചുമതല ലീഗിനും മുസ്ലിം ജനവിഭാഗത്തിനുമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, പാലക്കാട് ജില്ലകൾ ഒഴികെ UDF സംവിധാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമോ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനമോ ലീഗിന് മറ്റേതെങ്കിലും ജില്ലകളിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. കഴക്കൂട്ടം, ഇരവിപുരം സീറ്റുകൾ ലീഗിനെ തോൽപ്പിച്ച് കോൺഗ്രസ് അവരുടേതാക്കി. സമാന വിധി തന്നെയാകും പുനലൂരിന്റെയും കളമശ്ശേരിയുടെയും ഗുരുവായൂരിന്റെയും കാര്യത്തിൽ അധികം വൈകാതെ സംഭവിക്കുക. ലീഗിനോടുള്ള കോൺഗ്രസ് അവഗണനയിൽ തിരുക്കൊച്ചിയിലെ മുഴുവൻ ലീഗ് പ്രവർത്തകരും കടുത്ത നിരാശയിലാണ്. അവരത് തദ്ദേശ നിയമസഭാ ഇലക്ഷനുകളിൽ മറയില്ലാതെ പ്രകടിപ്പിക്കും. തോൽക്കുന്ന സീറ്റുകൾ പോലും ലീഗിന് നൽകാൻ കോൺഗ്രസ് മനസ്സ് വെക്കുന്നില്ല. അഥവാ കൊടുത്താൽ തന്നെ കൂടെ ഒരു റിബലിനെ സൗജന്യമായി കോൺഗ്രസ് നൽകും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന മാർക്കറ്റ് തന്ത്രമാണ് സീറ്റ് നൽകുമ്പോൾ ലീഗിനെതിരെ കോൺഗ്രസ് പ്രയോഗിക്കുന്നത്. മുസ്ലിം ലീഗിനുള്ളിലും പടലപ്പണക്കങ്ങൾ വ്യാപകമാണ്. തദ്ദേശ സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കളുടെ ഏകാധിപത്യ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം പ്രാദേശിക തലങ്ങളിൽ കനക്കുകയാണ്. അതിന്റെ പ്രത്യക്ഷ തെളിവാണ് നല്ലിടത്ത് STU സംസ്ഥാന സെക്രട്ടറി U പോക്കർ രാജിവെച്ച് CPI-ൽ ചേർന്നത്. ചിലയിടങ്ങളിൽ ലീഗ് യൂണിറ്റ് കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും പിരിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. സ്ഥാനാർത്ഥി നിർണയ യോഗങ്ങൾ പലതും കയ്യാങ്കളിൽ കലാശിച്ചത് ലീഗിൽ പുതുമയുള്ള കാര്യമാണ്. അച്ചടക്ക രാഹിത്യം ക്യാൻസർ പോലെയാണ് ലീഗിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ ഇലക്ഷൻ ആകുമ്പോൾ അർബുദം അതിന്റെ മൂർധന്യത്തിലെത്താനാണ് സാധ്യത. പണ്ടത്തെ പോലെ നേതൃത്വത്തിന്റെ ഔഷധങ്ങളൊന്നും ഫലിക്കാത്ത മട്ടാണ്. 3 പ്രാവശ്യം തുടർച്ചയായി മത്സരിച്ചവരെ ത്രിതല തദ്ദേശ ഇലക്ഷനുകളിൽ മാറ്റി നിർത്തിയത് നിയമസഭാ ഇലക്ഷനിൽ പാലിച്ചില്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ കലാപ കൊടിയെടുക്കും. സ്വന്തം കാര്യം വരുമ്പോൾ കുന്തം ചരിച്ചിടുന്ന പതിവ് ഏർപ്പാടിനെതിരെ തദ്ദേശ ഇലക്ഷനിൽ ടേം വ്യവസ്ഥ പാലിച്ച് മാറി നിൽക്കേണ്ടി വന്നവർ പരസ്യമായ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. കുഞ്ഞാലിക്കുട്ടിക്കും മുനീറിനും അപ്പുറത്തേക്ക് 3 ടൈം വ്യവസ്ഥയിൽ മൂന്നാമതൊരാൾക്ക് ഇളവ് നീട്ടി നൽകിയാൽ അതും ലീഗിനെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്കാകും തള്ളിവിടുക. 3 ടൈം പൂർത്തിയാക്കിയ മഞ്ഞളാംകുഴി അലി, PK ബഷീർ, P ഉബൈദുള്ള, N ഷംസുദ്ദീൻ, KPM മജീദ് സാഹിബ്, NA നെല്ലിക്കുന്ന് എന്നിവരുടെ ഒഴിയുന്ന നിയമസഭാ സീറ്റുകളിൽ കണ്ണുവച്ചിട്ടുള്ളവർ വെറുതെ ഇരിക്കുമെന്ന് കരുതാനാകില്ല. 3 ടൈം വ്യവസ്ഥയുടെ ചുരിക ചുവട്ടിയാണ് മികച്ച നിയമസഭാ സാമാജികനായിരുന്നിട്ടും അഡ്വക്കേറ്റ് M ഉമ്മറിനെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയത്. അദ്ദേഹം ഇപ്പോൾ മഞ്ചേരി ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു. മഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റാണ് ഉമ്മർ. ഇപ്പോൾ ഉമ്മറിനെ പോലെ സൗമതിയും അനുസറിനെയും 3 തവണ തുടർച്ചയായി MLA-മാരായി ഒഴിവാക്കപ്പെടുന്നവരുടെ പോക്കരികൾ കാട്ടിക്കൊള്ളണമെന്നില്ല. കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് കുറിപ്പ് അവസാനിക്കുന്നത്. മാത്രമല്ല, മീഡിയ വണ്ണിന്റെ ഒരു കാർഡ് കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ലീഗുകാർ മത്സരിച്ചാൽ മറ്റേ സ്ഥാനം തകർന്നു പോകുന്ന MP-യുടെ ന്യായം കൊള്ളാം എന്ന് പറഞ്ഞൊരു കാർഡാണ് ഇപ്പോൾ കൂട്ടത്തിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. വേറൊന്നും പറയാനുള്ള കാര്യമെല്ലാം KT ജലീൽ MLA പറഞ്ഞിട്ടുണ്ട്. ലീഗിനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അതിന് തിരിച്ച് മറുപടി നൽകാൻ വേണ്ടി ലീഗിന്റെ പോഷക സംഘടനയായിട്ടുള്ള MSF-ഉം യൂത്ത് ലീഗും പരമാവധി ശ്രമിക്കുന്നുണ്ട് അവരുടെ കഴിവ് പോലെ. പിന്നെ മലബാറിൽ പല മേഖലയിലും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, തിരുക്കൊച്ചി മേഖലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ലീഗിനെ അങ്ങ് ഒതുക്കി തീർക്കുകയാണ് പലയിടത്തും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മതേതരം തകർന്നു പോകുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ചില കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇവിടെ വ്യക്തമായിട്ട് KT ജലീൽ MLA തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്.